ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ കഥയുടെ പേര് മൈ ചൈൽഡ്ഹുഡ് ഡേയ്സ്. എൻ്റെ കുട്ടിക്കാലം, എൻ്റെ ബാല്യകാലം. അപ്പം അതിലെ ഫസ്റ്റ് പോയിൻ്റ് എന്താണെന്ന് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് പോയിൻ്റ് എന്താ? ഞാൻ ഒരു ചെറിയ ഗ്രാമത്തിലാണ് ജനിച്ചത്. അപ്പോൾ ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്കിത് എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. ഞാൻ എന്ന് വെച്ചാൽ എന്താ? ഐ. ഒരു ചെറിയ ഗ്രാമം, എ സ്മോൾ വില്ലേജ്. ജനിക്കുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ബോൺ. അപ്പം എങ്ങനെ എഴുതാൻ നമുക്ക് നോക്കാം. ഐ വാസ്. ഇവിടെ വാസ് വന്നത് എന്താ? ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആയതുകൊണ്ടാണ് ഇവിടെ വാസ് വന്നത്. ഐ വാസ് ബോൺ. ബോൺ ജനിക്കുക. എവിടെയാ? ഇൻ എ സ്മോൾ, ഒരു ചെറിയ സ്മോൾ വില്ലേജ്. വില്ലേജ് എന്ന് വെച്ചാൽ എന്താ? ഗ്രാമം. അപ്പോൾ എന്താ? ഐ വാസ് ബോൺ ഇൻ എ സ്മോൾ വില്ലേജ്. ഞാൻ ഒരു ചെറിയ ഗ്രാമത്തിലാണ് ജനിച്ചത്. നമുക്ക് സെക്കൻഡ് പോയിന്റ് പഠിക്കാം. അപ്പോൾ സെക്കൻഡ് പോയിന്റ്, എൻ്റെ ബാല്യകാലം സന്തോഷം നിറഞ്ഞതായിരുന്നു. അപ്പോൾ ഇതും ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. പഴയ കാലത്തെ പറ്റിയാണ് പറയുന്നത്, കുട്ടിക്കാലത്തെ പറ്റി പറയുകയാണ്. അപ്പം എൻ്റെ ബാല്യകാലം, എൻ്റെന്ന് വെച്ചാൽ മൈ, ബാല്യകാലം ചൈൽഡ്ഹുഡ്. സന്തോഷം എന്ന സന്തോഷത്തിന് ഇംഗ്ലീഷ് വേർഡ് ഹാപ്പി. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാൻ നമുക്ക് നോക്കാം. മൈ ചൈൽഡ്ഹുഡ് വാസ്. ഇവിടെ എന്താ വാസ് വന്നത്? പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ടാണ് വാസ് വന്നത്. മൈ ചൈൽഡ്ഹുഡ് വാസ് ഫുൾ ഓഫ് എന്താ? ഹാപ്പിനെസ്. സന്തോഷം നിറഞ്ഞത്. ഫുൾ എന്ന് വെച്ചാൽ എന്താ? നിറഞ്ഞത്. ഫുൾ ഓഫ് ഹാപ്പിനെസ്. അപ്പം എങ്ങനെ നമുക്കിത് പറയാം? മൈ ചൈൽഡ്ഹുഡ് വാസ് ഫുൾ ഓഫ് ഹാപ്പിനെസ്. എൻ്റെ ബാല്യകാലം സന്തോഷം നിറഞ്ഞതായിരുന്നു. അപ്പം ഇതാണ് സെക്കൻഡ് പോയിന്റ്. നമുക്ക് തേർഡ് പോയിന്റ് പഠിക്കാം. ഇത് പോയിന്റ് വൈസ് ആയിട്ട് എഴുതുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ്, അതുകൊണ്ടാണ് പോയിന്റ് വൈസ് ആയിട്ട് എഴുതുന്നത്. തേർഡ് പോയിന്റ് നോക്കാം. അപ്പോൾ തേർഡ് പോയിന്റ് എന്താ? ഞാൻ എല്ലാ വൈകുന്നേരവും എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം കളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു പാസ്റ്റ് ഹാബിച്വൽ സെൻറ്റൻസ് ആണ്. കാര്യം എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു ഹാബിച്വൽ, റെഗുലർ ഹാബിറ്റിനെയാണ് ഇത് പറയുന്നത്. പഴയ കാര്യമാണ്, പാസ്റ്റ് ടെൻസ് ആണ് പറയുന്നത്. അപ്പോൾ പാസ്റ്റ് ഹാബിച്വൽ സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാൻ നോക്കാം. ഞാൻ എല്ലാ വൈകുന്നേരം എവറി ഈവനിങ്. എൻ്റെ സുഹൃത്തുക്കൾ എന്ന് വെച്ചാൽ മൈ ഫ്രണ്ട്സ്. കളിക്കുക എന്ന് വെച്ചാൽ എന്താ? പ്ലേ. അപ്പം നമുക്കിത് എങ്ങനെ എഴുതാൻ നോക്കാം. ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞ ഒരു പാസ്റ്റ് ഹാബിച്വൽ സെൻറ്റൻസ് ആണ്. ഹാബിച്വൽ എന്ന് പറയുമ്പോൾ നമ്മൾ റെഗുലറായി ചെയ്യുന്ന ഒരു സംഭവമാണിത്. എല്ലാ വൈകുന്നേരവും കളിക്കുന്ന കാര്യമാണ് പറയണത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഐ യൂസ് ടു. ഇതൊരു പാസ്റ്റ് ഹാബിച്വൽ സെൻറ്റൻസ് ആയതുകൊണ്ടാണ് ഞാനിവിടെ യൂസ് ടു ചേർത്തത്. അപ്പോൾ നമുക്ക് പാസ്റ്റ് ഹാബിച്വൽ, നമ്മൾ റെഗുലറായിട്ട് പണ്ട് ചെയ്തിരുന്ന കാര്യത്തിനെ നമ്മൾ ഇംഗ്ലീഷിലോട്ട് എഴുതാം. നമുക്കിവിടെ യൂസ് ടു ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് എഴുതാം. ഐ യൂസ് ടു പ്ലേ എന്ന് വെച്ചാൽ കളിക്കുക. പ്ലേ വിത്ത് മൈ. ഐ യൂസ് ടു പ്ലേ വിത്ത് മൈ. താഴോട്ട് എഴുതാം, സ്ഥലമില്ല. ഐ യൂസ് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ സുഹൃത്തുക്കൾ. എവരി എന്ന് വെച്ചാൽ എല്ലാ. വൈകുന്നേരം, ഈവനിങ്. എവറി ഈവനിങ്. അപ്പോൾ എന്താ പറയണ്ടേ? ഐ യൂസ് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ് എന്നുണ്ടേ. ഐ യൂസ് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ് എവറി ഈവനിങ്. നിങ്ങൾക്കിവിടെ കാണുന്നില്ല മൈ. അപ്പം എന്താ നമുക്ക് തേർഡ് പോയിന്റ് എന്ന് വെച്ചാൽ ഞാൻ എല്ലാ വൈകുന്നേരവും എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം കളിക്കാറുണ്ടായിരുന്നു. ഐ യൂസ് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ് എവറി ഈവനിങ്. അപ്പം നമുക്ക് ഫോർത്ത് പോയിന്റ് പഠിക്കാം. അപ്പോൾ ഫോർത്ത് പോയിന്റ് എന്താ? ഞങ്ങൾ തുറന്ന മൈതാനത്തിൽ ഫുട്ബോൾ കളിച്ചു. ഇതും ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്കിത് എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞങ്ങൾ എന്ന് വെച്ചാൽ വി. തുറന്ന മൈതാനം.
തുറന്ന എന്ന് വെച്ചാൽ എന്താ, തുറക്കുക, ഓപ്പൺ. മൈതാനം, മൈതാനം എന്ന് വെച്ചാൽ ഫീൽഡ് നമുക്ക് പറയാം. കളിക്കുക, കളിച്ചു, കളിക്കുക, പ്ലേ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്കിത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഞങ്ങൾ എന്ന് വെച്ചാൽ വി, കളിക്കുക, പ്ലേ. പക്ഷേ ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആയതുകൊണ്ട് ഞാൻ എൻ്റെ കൂടെ ഇ ഡി ചേർക്കും. വി പ്ലേഡ്, ഇപ്പോൾ പ്ലേഡായി. വി പ്ലേഡ്, എന്താ കളിച്ചത്, ഫുട്ബോൾ. വി പ്ലേഡ് ഫുട്ബോൾ, എവിടെയാണ് കളിച്ചത്, തുറന്ന മൈതാനത്തിൽ. അപ്പം ഫുട്ബോൾ ഇൻ ദ, തുറന്ന മൈതാനം, ഓപ്പൺ ഫീൽഡ്, ഓപ്പൺ ഫീൽഡ്. അപ്പം എന്താ ഇത്, വി പ്ലേഡ് ഫുട്ബോൾ ഇൻ ദ ഓപ്പൺ ഫീൽഡ്. അപ്പം മലയാളം എങ്ങനെയാണ്, ഞങ്ങൾ തുറന്ന മൈതാനത്തിൽ ഫുട്ബോൾ കളിച്ചു. ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ വി പ്ലേഡ് ഫുട്ബോൾ ഇൻ ദ ഓപ്പൺ ഫീൽഡ്. ഇതാണ് 4th പോയിന്റ്. അപ്പം നമുക്ക് 5th പോയിന്റ് പഠിക്കാം. 5th പോയിന്റ് എന്താ, എൻ്റെ അമ്മ എപ്പോഴും എനിക്ക് രുചിയുള്ള ഭക്ഷണം പാചകം ചെയ്തിരുന്നു. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് എഴുതാം, ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ പറയാം, എൻ്റെ അമ്മ, മൈ മദർ, എപ്പോഴും, എപ്പോഴും ഇംഗ്ലീഷ് വേർഡ് എന്താ, ആൾവേസ്. എനിക്കെന്ന് വെച്ചാൽ എന്താ, മീ, രുചിയുള്ള, രുചിയുള്ള എന്ന് പറഞ്ഞാൽ ഡെലീഷ്യസ് ഭക്ഷണം, ഫുഡ്. പാചകം എന്ന് വെച്ചാൽ എന്താ, കുക്ക്, ചെയ്തിരുന്നു. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് എഴുതണ്ടേ, നമുക്ക് എങ്ങനെ ഇത് എഴുതാമെന്ന് നോക്കാം. ഞാൻ പറഞ്ഞു ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന്. അപ്പം എൻ്റെ അമ്മ, മൈ മദർ, അമ്മ എന്ന് വെച്ചാൽ മദർ, എൻ്റെ അമ്മ എപ്പോഴും, മൈ മദർ ഓൾവേസ്. അപ്പം എൻ്റെ അമ്മ എപ്പോഴും എനിക്ക് രുചിയുള്ള ഭക്ഷണം പാചകം ചെയ്തിരുന്നു, അങ്ങനെയല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, മൈ മദർ ഓൾവേസ്, ഇവിടെ എഴുതാം കുക്ക്. കുക്ക് എന്ന് വെച്ചാൽ എന്താ, പാചകം, പാചകത്തിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് കുക്ക്. അപ്പോൾ ഇവിടെ കഴിഞ്ഞു പോയ കാര്യം, ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്, നമ്മളിവിടെ ഇ ഡി നമുക്ക് യൂസ് ചെയ്യാം. കുക്ക്ഡ്, മൈ മദർ ആൾവേസ് കുക്ക്ഡ്. എന്താണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്, രുചികരമായ, അപ്പോൾ ഡെലീഷ്യസ് ഫുഡ്. ആർക്ക് വേണ്ടിയിട്ടാണ്, ഫോർ മീ, എനിക്ക് വേണ്ടിയിട്ട്. അപ്പം മൈ മദർ ഓൾവേസ് കുക്ക്ഡ് ഡെലീഷ്യസ് ഫുഡ് ഫോർ മീ. ഇതൊരു പണ്ടത്തെ പഴയ കാര്യം, പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അത് പഴയ കാര്യത്തിനെ പറ്റി പറയുകയാണ്. അപ്പം എൻ്റെ അമ്മ എപ്പോഴും എനിക്ക് രുചിയുള്ള ഭക്ഷണം പാചകം ചെയ്തിരുന്നു. മൈ മദർ ഓൾവേസ് കുക്ക് ഡെലീഷ്യസ് ഫുഡ് ഫോർ മീ. അപ്പോൾ ഇതാണ് നമ്മുടെ 5th പോയിന്റ്. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കാം. അപ്പോൾ 6th പോയിന്റ് എന്താ, ഞാൻ എൻ്റെ വീടിനടുത്തുള്ള ഒരു ചെറിയ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഞാൻ എന്ന് വെച്ചാൽ എന്താ, ഐ. എൻ്റെ വീടിനടുത്തുള്ള, എൻ്റെ എന്ന് വെച്ചാൽ മൈ, വീടെന്ന് പറഞ്ഞാൽ എന്താ, ഹൗസ്. ഒരു ചെറിയ സ്കൂൾ, എ സ്മോൾ സ്കൂൾ. നമുക്ക് പറയാം എ സ്മോൾ സ്കൂൾ. വീടിനടുത്തുള്ള എന്ന് പറഞ്ഞാൽ എന്താ, നിയർ മൈ ഹൗസ്. അടുത്തുള്ളയുടെ ഇംഗ്ലീഷ് വേർഡ് നിയർ എന്നാണ്. അപ്പം വീടിനടുത്തുള്ള ഒരു ചെറിയ സ്കൂളിലാണ്. അപ്പം എൻ്റെ വീടിനടുത്തുള്ള, അപ്പം പഠിച്ചുകൊണ്ടിരുന്നത്, പഠിക്കുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ, സ്റ്റഡിങ്. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാൻ നോക്കാം. ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം ഐ വാസ്, ഇവിടെ എന്താ വാസ് വന്നത്, ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആയതുകൊണ്ടാണ് വാസ് വന്നത്. ഐ വാസ് സ്റ്റഡിങ് ഇന്നാണ്. ഐ വാസ് സ്റ്റഡിങ് ഇൻ എ സ്മോൾ സ്കൂൾ. അടുത്തുള്ള എന്ന് പറഞ്ഞാൽ അടുത്തുള്ള വീടിനടുത്തുള്ള, അതാണ് നിയർ മൈ ഹൗസ്. വീടിന് നമുക്ക് ഹൗസ് എന്നും പറയാം, ഹോം എന്നും പറയാം. അപ്പോൾ എങ്ങനെയാ, ഐ വാസ് സ്റ്റഡിങ് ഇൻ എ സ്മോൾ സ്കൂൾ നിയർ മൈ ഹൗസ്. അപ്പോൾ ഇവിടെ എന്താ നിയർ എന്ന് പറഞ്ഞാൽ വീടിനടുത്തുള്ളതെന്ന് പറയുന്നത് തന്നെയാണ് നമുക്ക് നിയർ യൂസ് ചെയ്തത്.
അപ്പോൾ ഇങ്ങനെ ഞാൻ എൻ്റെ വീടിനടുത്തുള്ള ഒരു ചെറിയ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആയതുകൊണ്ടാണ് ഇവിടെ വാസ് വന്നത്. ഐ വാസ് സ്റ്റഡിങ് ഇൻ എ സ്മോൾ സ്കൂൾ നിയർ മൈ ഹൗസ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. അപ്പോൾ 7th പോയിന്റ് എന്താ? എൻ്റെ അധ്യാപകർ വളരെ ദയുള്ളവരായിരുന്നു. ഇതും ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ എൻ്റെ എന്ന് വെച്ചാൽ മൈ. അധ്യാപകർ, ഇവിടെ ഒരു അധ്യാപകനല്ല, കുറേ അധ്യാപകരുണ്ട്. അപ്പം നമുക്ക് ടീച്ചേഴ്സ് എന്ന് പറയാം. വളരെ, വെരി, ദയ എന്ന് വെച്ചാൽ എന്താ? കൈൻഡ്. അപ്പോൾ ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. മൈ ടീച്ചേഴ്സ്. കുറേ അധ്യാപകർ ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ ടീച്ചേഴ്സ് നമ്മൾ എഴുതിയത്. മൈ ടീച്ചേഴ്സ്. അപ്പോൾ ടീച്ചേഴ്സ് കുറേ അധ്യാപകരുള്ളപ്പോൾ നമ്മളിവിടെ വാസിന് പകരം നമ്മൾ വെയർ യൂസ് ചെയ്യും. പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ വെയർ. മൈ ടീച്ചേഴ്സ് വെയർ എന്താണ്? വെരി, വളരെ, വളരെ, വെരി കൈൻഡ്, ദയുള്ളവരായിരുന്നു. എൻ്റെ അധ്യാപകർ വളരെ ദയുള്ളവരായിരുന്നു. മൈ ടീച്ചേഴ്സ് വെയർ വെരി കൈൻഡ്. അപ്പോൾ 7th പോയിന്റ് കഴിഞ്ഞു. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. അപ്പോൾ 8th പോയിന്റ്, എൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് എനിക്ക് നിരവധി മധുരമുള്ള ഓർമ്മകളുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് എഴുതാം? അപ്പോൾ ഇതെങ്ങനെ നമുക്ക് എഴുതേണ്ടത്? എൻ്റെ എന്ന് വെച്ചാൽ എന്താ? ഐ. ബാല്യകാലം എന്ന് വെച്ചാൽ എന്താ? ചൈൽഡ്ഹുഡ്. നിരവധി എന്ന് പറഞ്ഞാൽ കുറേ, മെനി. നിരവധി എന്ന് വെച്ചാൽ മെനി. മധുരമുള്ള, സ്വീറ്റ്. ഓർമ്മകൾ, മെമ്മറീസ്. അപ്പം നമുക്കിത് എങ്ങനെ എഴുതേണ്ടത്? ഇതൊരു പ്രസൻറ്റ് പെർഫെക്റ്റ് സെൻറ്റൻസ് ആണ്. വെച്ചാൽ എൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് എനിക്ക് നിരവധി ഓർമ്മകൾ, മധുരമുള്ള ഓർമ്മകളുണ്ട്. അപ്പോൾ അതൊരു പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. അപ്പം നമുക്കിത് എങ്ങനെ എഴുതാൻ നോക്കാം ഈ സെൻറ്റൻസ്. ഐ ഹാവ്. എന്താ? ഓർമ്മകളുണ്ട്. അപ്പം നമ്മളിവിടെ ഹാവ് യൂസ് ചെയ്തു. ഐ ഹാവ് മെനി, കുറേ, നിരവധി. സ്വീറ്റ്. ഐ ഹാവ് മെനി സ്വീറ്റ് മെമ്മറീസ് ഓഫ്, എന്തിൻ്റെയാ? ഓഫ് മൈ ചൈൽഡ്ഹുഡ്, കുട്ടിക്കാലത്ത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? ഐ ഹാവ് മെനി സ്വീറ്റ് മെമ്മറീസ് ഓഫ് മൈ ചൈൽഡ്ഹുഡ്. അപ്പോൾ എൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് എനിക്ക് നിരവധി ഓർമ്മകളുണ്ട്. ഇതാണ് നമ്മുടെ 8th പോയിന്റ്. അപ്പോൾ 9th പോയിന്റ്, ഞാൻ ആ ദിവസങ്ങളെ ഒരു പുഞ്ചിരിയോടെ ഓർക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് സെൻറ്റൻസ് ആണ്. ഇപ്പോൾ പറയണ ഒരു കാര്യമാണ്. ഞാൻ ആ ദിവസങ്ങളെ ഒരു പുഞ്ചിരിയോടെ ഓർക്കുകയാണ്. അപ്പം ഞാൻ എന്ന് വെച്ചാൽ എന്താ? ഐ. ആ ദിവസങ്ങൾ, ദോസ് ഡേയ്സ്, ഒരു പുഞ്ചിരിയോടെ. പുഞ്ചിരി എന്ന് വെച്ചാൽ എന്താ? സ്മൈൽ. ഓർക്കുക എന്ന് വെച്ചാൽ റിമെമ്പർ. അപ്പം നമുക്കിത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഐ ആം എന്ന് എഴുതും. ആം പ്ലസ് ING ഫോം. ഐ ആം റിമെമ്പറിങ്. ഇവിടെ ആം പ്ലസ് ING ഫോം വന്നു. ഐ ആം റിമെമ്പറിങ് ദോസ്, ആ ദിവസങ്ങൾ, ദോസ് ഡേയ്സ്. പുഞ്ചിരിയോടെ. എങ്ങനെയാ? വിത്ത് എ സ്മൈൽ എന്ന് വെച്ചാൽ എന്താ? പുഞ്ചിരി. അപ്പം ഐ ആം റിമെമ്പറിങ് ദോസ് ഡേയ്സ് വിത്ത് എ സ്മൈൽ. അപ്പം ഇതൊരു പാസ്റ്റ് അല്ല, പ്രസൻറ്റ് കണ്ടിന്യൂസ് സെൻറ്റൻസ് ആണ്. ഞാൻ ആ ദിവസങ്ങളെ ഒരു പുഞ്ചിരിയോടെ ഓർക്കുകയാണ്. അപ്പോൾ ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് സെൻറ്റൻസ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ ആം പ്ലസ് ING ഫോം വന്നത്. ഐ ആം റിമെമ്പറിങ് ദോസ് ഡേയ്സ് വിത്ത് എ സ്മൈൽ. അപ്പോൾ ഇതാണ് 9th പോയിന്റ്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. നിങ്ങൾക്കിത് കാണാം. 10th പോയിന്റ് നമുക്ക് നോക്കാം. ആ ഓർമ്മകളെ ഞങ്ങൾ എപ്പോഴും വിലമതിക്കും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഓർമ്മകൾ. ആ ഓർമ്മകൾ എന്ന് വെച്ചാൽ എന്താ? മെമ്മറി. ഞങ്ങൾ എന്ന് വെച്ചാൽ വി. എപ്പോഴും, ആൾവേസ്. വിലമതിക്കുകയ്ക്ക് നമ്മൾ ചെറിഷ് നമുക്ക് പറയാം. അപ്പോൾ ഇതെങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. വി വിൽ. അപ്പോൾ ഇവിടെ എന്താ വില്ലെന്ന് പറഞ്ഞാൽ ഇതൊരു ഫ്യൂച്ചർ സിമ്പിൾ ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഞാൻ വില്ല് ചേർത്തത്. അപ്പോൾ അറിയാം, ആ ഓർമ്മകളെ,
പഴയ ഓർമ്മകളെ ഞാൻ എപ്പോഴും വിലമതിക്കും. അപ്പോൾ ആ വിലമതിക്കും എന്ന് പറയുന്നത് ഫ്യൂച്ചർ സിമ്പിൾ സെൻറ്റൻസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വില്ല് ചേർത്തത്. വി വിൽ എപ്പോഴും എന്ന് പറഞ്ഞാൽ ഓൾവേസ്. വി വിൽ ഓൾവേസ് ചെറിഷ് എന്ന് വെച്ചാൽ എന്താ? വിലമതിക്കുക. വി വിൽ ഓൾവേസ് ചെറിഷ് ദോസ്, ആ ഓർമ്മകൾ, ദോസ് മെമ്മറീസ്. അപ്പം നിങ്ങൾക്ക് കാണുന്നില്ല എന്ന് തോന്നുന്നു. ഇവിടെ എഴുതാം ബാലൻസ് മെമ്മറീസ്, ഫുൾ ഇവിടെ എഴുതാം. അപ്പോൾ എന്താ? വി വിൽ ഓൾവേസ് ചെറിഷ് ദോസ് മെമ്മറീസ്, ആ ഓർമ്മകളെ ഞങ്ങൾ എപ്പോഴും വിലമതിക്കും. ഇതാണ് നമ്മുടെ 10 പോയിന്റ്. നമുക്ക് 11 പോയിന്റ് പഠിക്കാം. എൻ്റെ ബാല്യകാലത്തിൽ നിന്ന് ഞാൻ പല പാഠങ്ങളും പഠിച്ചിരുന്നു. അപ്പോൾ ഇതൊരു പാസ്റ്റ് പെർഫെക്റ്റ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാൻ നോക്കാം. എൻ്റെ ബാല്യകാലം, മൈ ചൈൽഡ്ഹുഡ്. ഞാൻ, ഐ. പല എന്ന് വെച്ചാൽ എന്താ? മെനി. പാഠങ്ങൾ എന്ന് വെച്ചാൽ ലെസൺസ്. പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ലേൺ അല്ലെങ്കിൽ സ്റ്റഡി. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഇവിടെ ഞാൻ പറഞ്ഞു ഇത് ഒരു പാസ്റ്റ് പെർഫെക്റ്റ് സെൻറ്റൻസ് ആണെന്ന്. അപ്പം നമുക്കിവിടെ ഐ കഴിഞ്ഞിട്ട് ഐ ഹാഡ് ലേൺ. അപ്പം നമ്മളിവിടെ ഹാഡ് യൂസ് ചെയ്തു, പിന്നെ നമ്മൾ ലേണിൻ്റെ കൂടെ ഇഡി യൂസ് ചെയ്തു. അപ്പോൾ കാര്യം ഇതൊരു പാസ്റ്റ് പെർഫെക്റ്റ് സെൻറ്റൻസ് ആണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഐ ഹാഡ് ലേൺഡ് എന്ന് എഴുതിയത്. ഐ ഹാഡ് ലേൺഡ് മെനി എന്ന് വെച്ചാൽ പല. മെനി ലെസൺസ് എന്ന് പറഞ്ഞാൽ എന്താ? ലെസൺസ് എന്ന് പറഞ്ഞാൽ പാഠങ്ങൾ. മെനി ലെസൺസ്. എങ്ങനെ? ഐ ഹാഡ് ലേൺ മെനി ലെസൺസ്. എവിടെ നിന്നാ? ഫ്രം മൈ എവിടുന്ന്? ചൈൽഡ്ഹുഡിൽ നിന്ന് കുറേ പാഠങ്ങൾ പഠിച്ചു എന്നാണ് പറയണത്. ചൈൽഡ്ഹുഡ്. അപ്പം ഐ ഹാഡ് ലേൺ മെനി ലെസൺസ് ഫ്രം മൈ ചൈൽഡ്ഹുഡ്. എൻ്റെ ബാല്യകാലത്തിൽ നിന്ന് ഞാൻ പല പാഠങ്ങളും പഠിച്ചിരുന്നു. അപ്പം എന്താ? ഐ ഹാഡ് ലേൺഡ്. ഇവിടെ നമ്മൾ ഹാഡ് യൂസ് ചെയ്തു, പിന്നെ നമ്മൾ ലേണിൻ്റെ കൂടെ ഇഡി ചേർത്തു. അപ്പോൾ ലേൺഡായി. ഐ ഹാഡ് ലേൺഡ് മെനി ലെസൺസ് ഫ്രം മൈ ചൈൽഡ്ഹുഡ്. ഇതാണ് 11 പോയിന്റ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ 12th പോയിന്റ് എന്താ? രാത്രിയിൽ എൻ്റെ അച്ഛൻ രസകരമായ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇതൊരു പാസ്റ്റ് കണ്ടിന്യൂസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇത് പണ്ടത്തെ കാര്യമാണ്. അത് അപ്പം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതൊരു പാസ്റ്റ് കണ്ടിന്യൂസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ എന്താ? അപ്പം നമുക്കിത് എങ്ങനെ എഴുതാൻ നോക്കാം. രാത്രി എന്ന് വെച്ചാൽ എന്താ? നൈറ്റ്. എൻ്റെ അച്ഛൻ, മൈ ഫാദർ. രസകരമായ കഥകൾ, ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ്. ഇങ്ങനെ നമുക്ക് പറയാം. രസകരം എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റിംഗ്, കഥകൾ, സ്റ്റോറീസ്. പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എന്താ? പറയുക എന്ന് വെച്ചാൽ ടെൽ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഇത്? നമുക്ക് നോക്കാം. മൈ ഫാദർ. ഇതൊരു പാസ്റ്റ്, ഞാൻ പറഞ്ഞില്ല പാസ്റ്റ് കണ്ടിന്യൂസ് സെൻറ്റൻസ് ആയതുകൊണ്ടാണ് ഇവിടെ വാസ് വന്നത്. മൈ ഫാദർ വാസ് ടെല്ലിങ്. പാസ്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ ING വന്നു. വാസ് കഴിഞ്ഞിട്ട് ING ഫോം വന്നു. മൈ ഫാദർ വാസ് ടെല്ലിങ് രസകരമായ, ഇൻട്രസ്റ്റിംഗ് കഥകൾ, സ്റ്റോറീസ്. എപ്പോഴാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? രാത്രി, നൈറ്റ്. രാത്രി സമയങ്ങളിൽ. അപ്പം നമുക്കിത് എങ്ങനെ പറയാം? മൈ ഫാദർ വാസ് ടെല്ലിങ് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ് അറ്റ് നൈറ്റ്. രാത്രിയിൽ എൻ്റെ അച്ഛൻ രസകരമായ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇതാണ് 12th പോയിന്റ്. അപ്പോൾ 14th പോയിന്റ് എന്താ? ആ ദിവസങ്ങളിലെ ഓരോ നിമിഷവും ഞാൻ ആസ്വദിച്ചു. അപ്പോൾ ഇതൊരു പാസ്റ്റ് സിമ്പിൾ സെൻറ്റൻസ് ആണ്. അപ്പോൾ എങ്ങനെ നമുക്കിത് എഴുതുന്നത്? ആ ദിവസം എന്ന് പറഞ്ഞാൽ ദോസ് ഡേയ്സ്. ഓരോ നിമിഷവും, ഓരോന്ന് വെച്ചാൽ എവരി നിമിഷം, മൊമെൻറ്റ്. ആസ്വദിക്കുക. ഇംഗ്ലീഷ് വേർഡ് എന്താ? എൻജോയ്.
അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഇതൊരു പാസ്റ്റ് സിമ്പിൾ സെൻറ്റൻസ് ആണ്, ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു. അപ്പോൾ എങ്ങനെ എഴുതണ്ടേ? ഐ എൻജോയ്ഡ്. ഇവിടെ എന്താ എൻജോയ്ഡ് വന്നത്? കാരണം ഇതൊരു പാസ്റ്റ് സിമ്പിൾ സെൻറ്റൻസ് ആയതുകൊണ്ടാണ് എൻജോയ്ഡ് വന്നത്. ഐ എൻജോയ്ഡ് എവറി എല്ലാ നിമിഷവും, നിമിഷം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഓരോ നിമിഷവും. ഐ എൻജോയ്ഡ് എവറി മൊമെൻറ്റ്. ഐ എൻജോയ്ഡ് എവറി മൊമെൻറ്റ്. ആ ദിവസങ്ങളിലെ. അപ്പോൾ ഐ എൻജോയ്ഡ് എവറി മൊമെൻറ്റ് ഓഫ് ദോസ് ഡേയ്സ്. അപ്പോൾ ആ ദിവസങ്ങളിൽ എല്ലാ നിമിഷവും ആസ്വദിച്ചു എന്നാണ് പറയണത്. അപ്പം എന്തായത് ഐ എൻജോയ്ഡ്. ഇവിടെ എന്താ ഇ ഡി വന്നത്? കാര്യം ഇതൊരു പാസ്റ്റ് സെൻറ്റൻസ് ആയതുകൊണ്ടാണ് എൻജോയ്ഡോട് നമ്മൾ ഇ ഡി യൂസ് ചെയ്ത്. ഐ എൻജോയ്ഡ് എവറി മൊമെൻറ്റ് ഓഫ് ദോസ് ഡേയ്സ്. ആ ദിവസങ്ങളിൽ ഓരോ നിമിഷവും ഞാൻ ആസ്വദിച്ചു. അപ്പോൾ ഇതാണ് 14th പോയിന്റ്. നമുക്ക് നെക്സ്റ്റ് നോക്കാം. അപ്പോൾ 15th പോയിന്റ് എന്താ? ഞങ്ങൾ മണൽ കൊണ്ട് ചെറിയ വീടുകൾ ഉണ്ടാക്കിയിരുന്നു. ഇത് ഒരു പാസ്റ്റ് പെർഫെക്റ്റ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്കിത് എങ്ങനെ എഴുതാൻ നോക്കാം. ഞങ്ങൾ എന്ന് വെച്ചാൽ വി, മണലിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്താ? സാൻഡ്. ചെറിയ സ്മോൾ വീടുകൾ, വീടിന് ഹോം ഓർ ഹൗസ്. ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് സെൻറ്റൻസ് ആണെന്ന് പറയുന്നത്. ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ എങ്ങനെ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ബ്യൂൾട്ട്. അപ്പം എങ്ങനെ നമുക്കിത് എഴുതാമെന്ന് നോക്കാം. we had, ഇവിടെ ഹാഡ് വന്നു. കാര്യം ഇതൊരു പാസ്റ്റ് പെർഫെക്റ്റ് സെൻറ്റൻസ് ആണ്. അപ്പം പണ്ടത്തെ കാര്യമാണ് പറയുന്നത്, കഴിഞ്ഞു പോയ കാര്യം. അപ്പോൾ വി ഹാഡ് ബ്യൂൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഉണ്ടാക്കുക, നിർമ്മിക്കുക. വീടുകളൊക്കെ നമ്മൾ ഉണ്ടാക്കില്ലേ? വി ഹാഡ് ബ്യൂൾട്ട് സ്മോൾ, ചെറിയ. വി ഹാഡ് ബ്യൂൾട്ട് സ്മോൾ ഹൗസസ്. വീട്, ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താ? വീടുകൾ. ഇവിടെ ഹൗസസ് എന്നുണ്ട്. വി ഹാഡ് ബ്യൂൾട്ട് സ്മോൾ ഹൗസസ്. എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്? മണൽ കൊണ്ട്. അപ്പോൾ സാൻഡ്. വി ഹാഡ് ബ്യൂൾട്ട് സ്മോൾ ഹൗസസ് വിത്ത് സാൻഡ്. അപ്പം ഞങ്ങൾ മണൽ കൊണ്ട് ചെറിയ വീടുകൾ ഉണ്ടാക്കിയിരുന്നു. ഇതാണ് 15th പോയിന്റ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. അപ്പോൾ 16th പോയിന്റ് എന്താ? എൻ്റെ അമ്മമ്മ കഥകൾ പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് എഴുതാൻ നോക്കാം. അപ്പോൾ ഇതൊരു പാസ്റ്റ് സെൻറ്റൻസ് ആണ്, പാസ്റ്റ് ഹാബിച്വൽ സെൻറ്റൻസ് ആണ്. കാര്യം ഇത് സ്ഥിരം പറയേണ്ട ഒരു കാര്യമായിരുന്നു. എൻ്റെ അമ്മമ്മ കഥകൾ പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു പാസ്റ്റ് ഹാബിച്വൽ സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? മൈ അമ്മമ്മ എന്ന് വെച്ചാൽ ഗ്രാൻഡ് മദർ. കഥകൾ, സ്റ്റോറി. പറയുക എന്ന് പറഞ്ഞാൽ എന്താ? പറയുക, ടെൽ. പറയുക എന്ന് വെച്ചാൽ ടെൽ നമുക്ക് പറയാം. എൻ്റെ അമ്മമ്മ കഥകൾ പറയാറുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. മൈ ഗ്രാൻഡ് മദർ എന്ന് പറഞ്ഞാൽ അമ്മമ്മ. മൈ ഗ്രാൻഡ് മദർ. ഇപ്പം നമ്മൾ പഴയ ഒരു ഹാബിച്വൽ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. ഇതിൽ തന്നെ ഒരു ഹാബിച്വൽ സിറ്റുവേഷൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുമ്പോൾ യൂസ് ടു ചേർത്ത് നമുക്ക് എഴുതാം. ഇതൊരു സ്ഥിരം നടക്കുന്ന ഒരു കാര്യമായിരുന്നു പണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് നമുക്ക് യൂസ് ടു ചേർത്ത് എഴുതാം. മൈ ഗ്രാൻഡ് മദർ യൂസ് ടു ടെൽ സ്റ്റോറീസ്. എൻ്റെ അമ്മമ്മ കഥകൾ പറയാറുണ്ടായിരുന്നു. മൈ ഗ്രാൻഡ് മദർ യൂസ് ടു ടെൽ സ്റ്റോറീസ്. അപ്പോൾ നമുക്കിവിടെ യൂസ് ടു ചേർത്ത് എഴുതാം. ഒരു പഴയ ഒരു ഹാബിച്വൽ ആക്ഷനെ പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് യൂസ് ടു ചേർത്ത് സുഖമായിട്ട് എഴുതാൻ പറ്റും. 16 പോയിന്റ്. ഇനി 17 പോയിന്റ് നോക്കാം. അപ്പോൾ 17 പോയിന്റ് എന്താ? ആ മനോഹരമായ ദിവസങ്ങൾ. അപ്പോൾ ഇതും ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. ആ മനോഹരമായ ദിവസങ്ങൾ, പണ്ടത്തെ കാര്യം പറയാൻ വേണ്ടിയിട്ട് പറയുകയാണ്. പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ എങ്ങനെ നമുക്കിത് എഴുതാം? അപ്പോൾ മനോഹരം എന്ന് വെച്ചാൽ എന്താ? ബ്യൂട്ടിഫുൾ. ദിവസം എന്ന് പറഞ്ഞാൽ ഡേയ്സ്, ദിവസങ്ങൾ, ഡേയ്സ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? അത് വെച്ചാൽ എന്താ? ദോസ്. മനോഹരമായ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ. ദോസ് ബ്യൂട്ടിഫുൾ ഡേയ്സ്. ആ മനോഹരമായ ദിവസങ്ങൾ, ദോസ് ബ്യൂട്ടിഫുൾ ഡേയ്സ്. അപ്പോൾ ഇതാണ് 17th പോയിന്റ്. 18th പോയിന്റ് നോക്കാം. 18th പോയിന്റ് എന്താ? ബാല്യം നമ്മെ പല വിലപ്പെട്ട പാഠങ്ങളും പഠിപ്പിക്കുന്നു.
അപ്പോൾ ഇതൊരു പ്രസൻറ്റ് സിമ്പിൾ സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ബാല്യം എന്ന് വെച്ചാൽ ചൈൽഡ്ഹുഡ്. നമ്മെ പല പാഠങ്ങളും, പല പാഠങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? മെനി ലെസൺസ്. വിലപ്പെട്ട എന്ന് പറഞ്ഞാൽ എന്താ? വാല്യുബിൾ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ചൈൽഡ്ഹുഡ് ടീച്ചേഴ്സ് അസ്. ടീച്ചേഴ്സ് അസ് എന്ന് പറയുമ്പോൾ പഠിപ്പിക്കുക നമ്മളെ. അസ് എന്ന് വെച്ചാൽ നമ്മളെ. ചൈൽഡ്ഹുഡ് ടീച്ചേഴ്സ് അസ് എന്താ? മെനി വാല്യുബിൾ, വിലപ്പെട്ട, ലെസൺസ് പാഠങ്ങൾ. അപ്പം നമുക്കിത് എങ്ങനെ എഴുതാം? ചൈൽഡ്ഹുഡ് ടീച്ചേഴ്സ് ആസ് മെനി വാല്യുബിൾ ലെസൺസ്. ബാല്യം നമ്മെ പല വിലപ്പെട്ട പാഠങ്ങളും പഠിപ്പിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ചൈൽഡ്ഹുഡ് ടീച്ചേഴ്സ് ആസ് മെനി വാല്യുബിൾ ലെസൺസ്. അപ്പോൾ നിങ്ങൾക്ക് 18 പോയിൻ്റ് മനസ്സിലായോ? നെക്സ്റ്റ് നമുക്ക് 19 പോയിൻ്റ് പഠിക്കാം. അപ്പോൾ 19 പോയിൻ്റ് എന്താ? എൻ്റെ ബാല്യകാലം ഞാൻ ഒരിക്കലും മറക്കില്ല. അപ്പോൾ ഇത് ഒരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണ്, ഫ്യൂച്ചർ സിമ്പിൾ സെൻറ്റൻസ് ആണ്. അപ്പം എൻ്റെ ബാല്യകാലം, ആ പഴയ കാര്യത്തിനെ പറ്റി പറയാം, ഞാൻ ഒരിക്കലും മറക്കില്ല. അപ്പോൾ അതൊരു ഫ്യൂച്ചർ സിമ്പിൾ സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. എൻ്റെ എന്ന് വെച്ചാൽ മൈ, ബാല്യകാലം ചൈൽഡ്ഹുഡ്. അപ്പം ഞാൻ ഒരിക്കലും മറക്കില്ല. ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞാൽ നെവർ ഫോർഗെറ്റ്. അപ്പോൾ എങ്ങനെ നമുക്കിത് എഴുതുന്നതെന്ന് നോക്കാം. I will never forget my childhood days. I will never forget my childhood days. അപ്പോൾ എൻ്റെ ബാല്യകാലം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇതാണ് 19th പോയിന്റ്. അപ്പോൾ 20th പോയിന്റ് എന്താ? ആ ഓർമ്മകൾ എൻ്റെ ഹൃദയത്തിൽ എന്നേക്കുമായി തങ്ങി നിൽക്കുന്നു. അപ്പോൾ ഇതൊരു പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ആ ഓർമ്മകൾ എന്ന് വെച്ചാൽ മെമ്മറി. എൻ്റെ ഹൃദയം, മൈ ഹാർട്ട്, എന്നേക്കുമായി തങ്ങി നിൽക്കുന്നു. അപ്പോൾ എങ്ങനെയാ? തങ്ങി നിൽക്കുക സ്റ്റേ, എന്നേക്കും, ഫോർ എവർ. ആ ഓർമ്മകൾ എൻ്റെ ഹൃദയത്തിൽ എന്നേക്കുമായി തങ്ങി നിൽക്കുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതേണ്ട ഇത്? those memories have stayed in my heart forever. Those memories have stayed in my heart forever. അപ്പോൾ those memories ആ ഓർമ്മകൾ. ഇവിടെ എങ്ങനെ? സ്റ്റേഡ് ഇൻ മൈ ഹാർട്ട്, തങ്ങി നിൽക്കുക. എവിടെയാ? നമ്മുടെ ഹൃദയത്തിൽ. ഫോർ എവർ, എന്നേക്കുമായി. അപ്പോൾ എൻ്റെ ദോസ് മെമ്മറീസ് ആ ഓർമ്മകൾ. അപ്പോൾ എങ്ങനെ ഇത് നമ്മൾ എഴുതിയത്? ഹാവ് സ്റ്റേഡ് എന്ന് വന്നു. ഹാവ് പ്ലസ് സ്റ്റേയുടെ കൂടെ ഇ ഡി ഫോം, സ്റ്റേഡ്. ഇൻ മൈ ഹാർട്ട് ഫോർ എവർ. ദോസ് മെമ്മറീസ് ഹാവ് സ്റ്റേഡ് ഇൻ മൈ ഹാർട്ട് ഫോർ എവർ. ആ ഓർമ്മകൾ എൻ്റെ ഹൃദയത്തിൽ എന്നേക്കുമായി തങ്ങി നിൽക്കുന്നു. അപ്പോൾ അതിനാണ് സ്റ്റേഡ് ഇൻ മൈ ഹാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പോയിന്റ്. അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്സുമായി ഞാൻ നമുക്ക് കാണാം അടുത്ത ക്ലാസ്സിൽ. ബൈ.